പലപ്പോഴും രക്തം പരിശോധിക്കുന്ന സമയത്ത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽപ്പെട്ട SGPT ലെവൽ കൂടി നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. എന്ത് ചെയ്യണം? പലർക്കും പെട്ടെന്നുണ്ടാകുന്ന സംശയമാണ്. പലപ്പോഴും വളരെ യാദൃശ്യമായി നോക്കി SGPT കൂടി കഴിഞ്ഞിരുന്നാൽ ഉടൻ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് കഴിക്കണോ, ഡോക്ടറെ പോയി കാണണോ, വീണ്ടും കൂടുതൽ ടെസ്റ്റ് ഒക്കെ ചെയ്യണോ സംശയം തോന്നുന്നവരുണ്ട്. നമ്മുടെ കരളിന്റെ ഫംഗ്ഷൻസ്, ലിവർ ഫംഗ്ഷൻസിൽ കരളിനകത്തുള്ള എൻസൈമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ സിറം ഗ്ലൂട്ടാമേറ്റ് പൈറുവേറ്റ് ട്രാൻസമിനേസ് എന്ന് വിളിക്കുന്ന SGPT എന്ന് വിളിക്കുന്ന ടെസ്റ്റ്. SGPT എന്ന് പറയുന്ന എൻസൈം രക്തത്തിൽ കൂടി വരുന്നതിന്റെ കാരണം പലവിധ അവസ്ഥകളിൽ വരാം. ഒന്ന്, നമ്മുടെ കരളിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നീർക്കെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ വരാം. പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന ചില വൈറൽ ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ സംഭവിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത ഇൻഫെക്ഷൻ വരുന്നു, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡെങ്കുപ്പനി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാധിക്കുന്ന ഒരു കടുത്ത വൈറൽ പനി വരുന്നു, അതിന്റെ ഭാഗമായിട്ട് SGPT ലെവൽ കൂടി നിന്നു എന്ന് വരാം. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് കൂടി നിന്നു എന്ന് വരാറുണ്ട്. കൊളസ്ട്രോളിന്റെ മരുന്ന്, ചിലതിന് ആന്റിബയോട്ടിക്കുകൾ, ഇതെല്ലാം SGPT കൂട്ടാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും വ്യായാമമില്ലാത്ത ജീവിത രീതിയാണ്, നിങ്ങൾക്ക് ഉറക്കം കുറവാണ് എങ്കിൽ SGPT കൂടി നിന്നു എന്ന് വരാം. ഇതോടൊപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻസ് വിട്ടുമാറാൻ നിന്ന് കഴിഞ്ഞാലും SGPTയിൽ വേരിയേഷൻ വരാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അമിതമായിട്ടുള്ള മദ്യപാന ശീലമുണ്ടെങ്കിലും SGPT വേരിയേഷൻ വരാം. ചെറിയ വേരിയേഷൻ വന്നാൽ ഉടൻ തന്നെ മരുന്ന് വേണമെന്ന് നിർബന്ധമില്ല. ജീവിത രീതിയിലുള്ള കറക്ഷൻ, ശരിയായിട്ടുള്ള വ്യായാമം, ചിട്ടയായുള്ള ഭക്ഷണക്രമം, പ്രത്യേകിച്ച് പച്ചക്കറികൾ, ഇലക്കറികൾ പോലുള്ളവയുടെ ഉപയോഗം, മദ്യം പൂർണ്ണമായിട്ടും നിർത്തുക, മധുരവും ജ്യൂസ് ഐറ്റംസും നിർത്തുക. ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ശരിയായിട്ടുള്ള ഉറക്കമെല്ലാം ഉണ്ടെങ്കിൽ SGPT നോർമലാവും. ഇപ്പോൾ SGPT ലെവല് ഒരു 30-35 വരെ നോർമലാണ്. എന്നാൽ 45 മുതൽ 60 വരെ വലുതായിട്ട് മരുന്നെടുക്കേണ്ട ഞാൻ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മതിയാവും. എന്നാൽ SGPT ലെവൽ ഒരു 75-ന് മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഡോക്ടർ മരുന്ന് തരികയാണെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.